ഇന്ന് എൻ്റെ കോഴിക്കൂട് ക്ലീൻ ചെയ്യുന്ന ചെറിയൊരു വീഡിയോ ആണേ. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ വീട് താമസമാണ്. അതുകൊണ്ട് എല്ലായ്പ്പോഴും ഞാൻ നന്നായിട്ട് കൂട് വൃത്തിയാക്കി ഇടാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം കുറച്ചും കൂടി നന്നായിട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് മറ്റൊന്നും കൊണ്ടല്ല കേട്ടോ, എൻ്റെ ഒരു സമാധാനത്തിനും കൂടി വേണ്ടിയിട്ടാണേ. കാരണം ഒരുപാട് ആളുകൾ വരുന്നതാണല്ലോ, അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. നമ്മുടെ വീടും പരിസരവും എങ്ങനെയാണോ വൃത്തിയാക്കിക്കൊണ്ട് നടക്കുന്നത് അതുപോലെ തന്നെയാണ് കോഴീനെ വളർത്തുന്നവരായാലും പശുവിനെ വളർത്തുന്നവരായാലും അവരുടെ വാസസ്ഥലം നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കണം അല്ലേ. ചില സമയങ്ങളിൽ നമ്മൾ വിചാരിക്കും കോഴികളല്ലേ മാസത്തിലൊരിക്കലെങ്കിലും ക്ലീൻ ചെയ്താൽ പോരെ എന്നുള്ളത്. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. നമ്മൾ കൂട് ക്ലീൻ ചെയ്യാതിരുന്നാൽ അവർക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരാം. ഒരു കോഴിക്ക് വന്നാൽ മതി, ഒരു കോഴിക്ക് വന്നാൽ പിന്നെ ബാക്കിയുള്ള എല്ലാത്തിനും പകർന്ന് അത് മരണത്തിലേക്ക് വരെ പോകും. പിന്നെ അത് മാത്രമല്ല, കൂട്ടിൽ നിന്ന് നന്നായിട്ട് ദുർഗന്ധം ഉണ്ടാകും. അത് നമ്മൾ അയൽവാസികൾക്ക് ബുദ്ധിമുട്ടായിരിക്കും, നമ്മളെ വീട്ടിൽ താമസിക്കുന്ന ആളുകൾക്കും ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഈച്ചയും കൊതുകും കൂടാം. ഈച്ചയും കൊതുകൊക്കെ കൂടിയാൽ പിന്നെ പറയണ്ടല്ലോ, ആ കൊതുകാണ് നമ്മളെ കടിക്കുക. അതുപോലെ ഈ ഈച്ച വന്നിട്ടാണ് നമ്മുടെ ഭക്ഷണ സാധനങ്ങളിലൊക്കെ വന്നിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് കൂട് ക്ലീൻ ചെയ്ത് കൊണ്ട് നടക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും വരില്ല. ദുർഗന്ധം അതുപോലെ ഈച്ച കൊതുക് ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് ക്ലീനിങ് വളരെ പ്രധാനമാണ്. ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ക്ലീൻ ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ചില ആളുകൾക്കൊക്കെ ഒരു വിചാരമുണ്ട്, കോഴീനെ വളർത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എളുപ്പമുള്ള പരിപാടിയാണെന്നുള്ളത്. എന്താണെന്ന് വെച്ചാൽ കോഴിയല്ലേ, രാവിലെ അങ്ങ് തുറന്ന് വിട്ടിട്ട് വൈകുന്നേരം കൂട്ടിലടച്ചാൽ മതി, ഒരു അധ്വാനവും ഇല്ല, ഒരു ബുദ്ധിമുട്ടില്ല. കുറച്ച് അരി ഉണ്ടെങ്കിൽ അതും എടുത്ത് വാരി മുറ്റത്ത് അങ്ങിട്ട് കൊടുത്താൽ ഐറ്റിങ്ങളെ വയറ് നിറയും. പിന്നെ പറമ്പിലും പാടത്തൊക്കെ പോയി കഴിഞ്ഞ് കൊത്തി പെറുക്കി തിന്നാൽ കഴിഞ്ഞില്ലേ എന്നുള്ളത്. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. അതൊക്കെ നമ്മുടെ വെറും തോന്നലാണ്. ഒരു 10 കോഴീനെ വളർത്തി നോക്കണം, നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാണ്. 10 എണ്ണം പോട്ടെ, ഒരു 5 എണ്ണത്തിനെ വളർത്തി നോക്കിയാൽ അറിയാം നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട്. നമ്മൾ ഒന്നെന്ന് പറയുന്നത്, നമുക്കൊരു കോഴീനെ അഴിച്ചിട്ട് വളർത്തണമെങ്കിൽ നമ്മുടെ അയൽവാസികൾ അത്രയും നല്ലതായിരിക്കണം. എനിക്ക് എന്തോ ഒരു ഭാഗ്യത്തിന് നമ്മുടെ അയൽവാസികളെല്ലാം അടിപൊളിയാണ്. അതുകൊണ്ട് ഇന്ന് വരെയായിട്ടും കോഴീനെ ഞാനിപ്പോൾ ഒരു 7 വർഷത്തിന് മുകളിലായിട്ട് ഞാൻ കോഴീനെ വളർത്തുന്നുണ്ട്. ഇതുവരെയായിട്ടും എന്നെ കോഴീനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ വന്നു അല്ലെ അത് കൊത്തി തിന്നു ഇത് കൊത്തി തിന്നു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു തുറന്ന് വിടരുത് എന്നൊന്നും പറഞ്ഞിട്ട് ഒരു അയൽവാസി പോലും എന്നോട് പരാതി പറഞ്ഞിട്ടില്ല കേട്ടോ. നമുക്ക് അതും ഇതിലൊരു പ്രധാന ഘടകം തന്നെയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ കോഴീനെ നമ്മൾ രാവിലെ തുറന്ന് വിട്ടിട്ട് വൈകിട്ട് കൂട്ടിലാക്കാമെന്ന് പറഞ്ഞാലും ഒരു പക്ഷേ വൈകിട്ട് കൂട്ട് കയറാൻ സമയത്ത് ആ ഒരു മുഴുവൻ കോഴിയും ഉണ്ടായിക്കൊള്ളണം എന്നില്ല കേട്ടോ. കുറച്ച് കൂർക്കം കൊണ്ടുപോകും, കുറച്ച് കീരി കൊണ്ടുപോകും, അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മളപ്പം ഏതൊരു പരിപാടിക്കും നമ്മൾ ലാഭം മാത്രമല്ല നമുക്ക് നഷ്ടം ഉണ്ടാവും. ഇവരെപ്പം ഞാൻ രാവിലെ തുറന്ന് വിടാറില്ല, വൈകിട്ടാണ് തുറന്ന് വിടാറ്. പിന്നെ കൂട് ക്ലീനിങ് അത് മസ്റ്റാണ്. നമ്മൾ ക്ലീൻ ചെയ്യാൻ എത്രത്തോളം നേരം വൈകുന്നോ അത്രയും കോഴികൾക്ക് അസുഖങ്ങൾ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഞാനിപ്പോൾ ഇവരുടെ കൂട്ടിൽ ഉപയോഗിക്കാറ് ചിപ്പിൽപ്പൊടിയാണ്. ഞാൻ തുടക്കം മുതലേ അങ്ങനെയായിരുന്നു. ചിപ്പിൽപ്പൊടിയിൽ കുറച്ച് കുമ്മായം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഒരു കൂട്ടിലിട്ട് കൊടുക്കുക. കൂട്ടിൽ ഇതുപോലെ ഒരു വൈറ്റ് ഷീറ്റൊക്കെ വിരിച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചിപ്പിൽപ്പൊടി കുമ്മായം മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്താൽ ആ ഒരു കോഴിക്കാഷ്ടത്തിലെ ഈർപ്പം അത് വലിച്ചെടുക്കും. അങ്ങനെയാണെങ്കിൽ കണ്ടോ, ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുക, നന്നായിട്ട് പൊടിഞ്ഞിട്ടോ. ഇതിപ്പം ഇപ്രാവശ്യം കുറച്ച് കുറവാണ്, ഞാനിപ്പോൾ പെട്ടെന്ന് ക്ലീൻ ചെയ്തതുകൊണ്ട്. നമുക്ക് അങ്ങനെ ആകുമ്പം യാതൊരു അഴുക്കോ കാര്യങ്ങളോ സ്മെല്ലോ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇതിപ്പം ചാണകപ്പൊടിയില്ലേ, ചാണകം ഉണക്കി എടുത്താൽ എങ്ങനെ ഉണ്ടാവും ആ ഒരു ടെക്സ്ചറിൽ തന്നെയാണ് ഇതും കിട്ടുക കേട്ടോ. ചാണകം ഉണക്കി ചാക്കിലാക്കിയിട്ട് ആളുകൾ വിൽക്കുന്നുണ്ടല്ലേ, അതുപോലെ തന്നെ നമുക്കിതും വിൽക്കാം. പക്ഷേ ഇത് നല്ല ചൂടാണ്. നമുക്ക് വേനലിലൊന്നും ചെടികൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റില്ല. ഇട്ട് കൊടുക്കാം, പക്ഷേ ഡെയിലി നനയ്ക്കണം. അതുപോലെ കവുങ്ങിനൊക്കെ ഇട്ട് കൊടുത്താൽ നന്നായിട്ട് അടക്ക കിട്ടും കേട്ടോ. ഇനി ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ നമുക്ക് മാസങ്ങളോളം സൂക്ഷിച്ച് വെക്കുക, കാരണം ഇതൊരു പൊടിയാണല്ലോ. പൊടി ആ ഒരു ഫോമിലാണ് നമുക്ക് കിട്ടുക. അതുകൊണ്ട് നന്നായിട്ട് സൂക്ഷിച്ച് വെക്കാൻ കഴിയും. സ്മെല്ലോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കുമ്മായം ഇട്ട് കൊടുക്കുന്നത്. സ്ഥിരം കുമ്മായം ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ അണുക്കൾ വരാതിരിക്കാനും കുമ്മായം നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. കോഴീനെ വളർത്താനൊക്കെ എളുപ്പമാണ്, പക്ഷെ അവരുടെ ആരോഗ്യം ശുചിത്വം ഉണ്ടല്ലോ, അന്ന് നമ്മുടെ ഉത്തരവാദിത്തമാണ് അല്ലേ. കോഴിക്കിപ്പോൾ നമ്മളോട് പറയാൻ പറ്റുമോ എൻ്റെ കൂടൊന്ന് വൃത്തിയാക്കണം അല്ലെങ്കിൽ എൻ്റെ പാത്രങ്ങളൊന്ന് കഴുകി തരണം എന്നുള്ളത്? ഒരിക്കലും ഇല്ലല്ലേ.
അപ്പോൾ അത് നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അവരുടെ പാത്രങ്ങളും അതുപോലെ കൂടൊക്കെ നന്നായിട്ട് വൃത്തിയാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് കേട്ടോ. അത് നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യുക തന്നെ വേണം, അല്ലെങ്കിൽ കോഴികൾക്ക് അസുഖങ്ങളൊക്കെ വരും. പിന്നെ അസുഖങ്ങൾ വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അത് വരാതെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഞാൻ കോഴീനെ വളർത്താൻ തുടങ്ങിയിട്ട് ഒരു 7 വർഷത്തിന് മുകളിലായി. 2019 ഫെബ്രുവരി 8-നാണ് ഞാൻ ഒരു 5 കോഴീനെ വാങ്ങി വീട്ടിൽ വന്നത്. അത് വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് ഒരാഗ്രഹത്തിൻ്റെ പുറത്ത് അങ്ങനെ പോയി വാങ്ങിയതായിരുന്നു. കോഴീനെക്കുറിച്ച് വലിയ അറിവോ ധാരണകളോ ഒന്നുമില്ല. അതുമാത്രമല്ല കോഴിക്കൂടും ഇല്ലായിരുന്നു. അങ്ങനെ പോയി വാങ്ങിക്കൊണ്ട് വന്നു. ഒരു 4 കമ്പി മുറ്റത്ത് കെട്ടി അതിൽ ഒരു കൊതുക് വല ഇട്ടിട്ട് അതിനകത്തായിരുന്നു ഞാൻ കോഴീനെ വളർത്തിയിരുന്നത്. അന്ന് ഇങ്ങനത്തെ കൂടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ രാത്രിയാകുമ്പം ആ കോഴീനെ ബക്കറ്റിലിട്ടിട്ട് റൂമിൽ കൊണ്ടുവയ്ക്കും. റൂമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട് പണി തീർത്തും കഴിഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ട് പണി കഴിയാത്ത റൂമിൽ കൊണ്ടുവച്ചിട്ട് പഴയ വാതിൽ വെച്ചിട്ട് ചാരി വയ്ക്കും. അങ്ങനെ ഒരാഴ്ചയോടെ അങ്ങനെ വളർത്തി. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ചെറിയൊരു കൂട് റെഡിയാക്കി തന്നു. പിന്നെ കൂട്ടിലിട്ട് പകൽ തുറന്ന് വിടുക എന്ന് പറഞ്ഞാൽ മുറ്റത്ത് 2-3 മരമുണ്ട്. ആ മരത്തിന് ചുറ്റും ഇങ്ങനെ സാരി കെട്ടിയിട്ട് അതിനകത്തായിരുന്നു ഇതിനെ വളർത്തിക്കൊണ്ടിരുന്നത്. ഒരു 10-20 ദിവസം കഴിഞ്ഞപ്പം അതിൽ 2-3 കോഴികൾ ചത്തുപോയി. നമുക്കാകെ വിഷമമായി. പിന്നെ ഞാൻ ഒരു 10 കോഴീനെയും കൂടി വാങ്ങി. അതും ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു 5-6 കോഴിയോളം അതും ചത്തുപോയി. എന്താണെന്ന് വെച്ചാൽ നമുക്കിതിനെപ്പറ്റി കൂടുതൽ അറിവില്ലാത്തത് കൊണ്ടായിരുന്നു. അതിന് കൊടുക്കേണ്ട മരുന്നുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ അറിയില്ലായിരുന്നു. പിന്നെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന കോഴികളാണല്ലോ, അതിൻ്റെ ആയുസ് എന്ന് പറയുന്നത് നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും. അങ്ങനെയായിരുന്നു. അങ്ങനെ എനിക്ക് അമ്മ ഒരു നാടൻ കോഴീനെ കൊണ്ടു തന്നു. അത് ഒരു ആഴ്ച മുട്ടയിട്ടു കേട്ടോ. അങ്ങനെ മുട്ടയൊക്കെ ഇട്ട് ഞാൻ അതിന് പൊരുത്തിൽ വെച്ചു. പൊരുത്തിൽ വെച്ച് 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ കോഴിക്ക് കോഴിപ്പേൻ ഉണ്ടായിരുന്നു. അങ്ങനെ കോഴിപ്പേന് പോകാൻ എന്താണ് വഴി എന്നുള്ളത് ഞാനിങ്ങനെ അന്വേഷിച്ച് നടന്ന് അങ്ങനെ മരുന്നൊക്കെ വാങ്ങി കൊണ്ടുതരാൻ പറഞ്ഞു. വൈകിട്ട് പണി കഴിഞ്ഞ് വരുമ്പോൾ മരുന്നുമായിട്ട് വരാമെന്നും പറഞ്ഞു. അന്ന് രാവിലെ ഞാൻ അയൽവാസി ഒരു താത്തേനോട് ചോദിച്ചു, കോഴിക്ക് ഇങ്ങനെ കോഴിപ്പേനുണ്ട്, എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. പക്ഷേ ഇത് ഞാൻ പറയാൻ വിട്ടുപോയി. പൊരുത്തിൽ കിടക്കുന്ന കോഴിക്കാണ് കോഴിപ്പേൻ ഉള്ളത് എന്നുള്ളത് പറയാൻ വിട്ടുപോയി. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ഈ വെളുത്തുള്ളി കുത്തി ചീച്ച് വെള്ളത്തിലിട്ടിട്ട് അതിൽ കോഴീനെ പിടിച്ച് മുക്കിയാൽ കോഴിപ്പേൻ അങ്ങ് പോകുന്നിട്ട് വിട്ടുവിട്ടാൽ മതി എന്നും പറഞ്ഞു. അപ്പം ഇത് പറയാൻ മറന്നുപോയല്ലോ. ഞാനങ്ങനെ പൊരുത്തിൽ വെളുത്തുള്ളിയൊക്കെ കുത്തി ചീച്ച് വെള്ളമൊക്കെ ബക്കറ്റിൽ വെച്ച് പൊരുത്തുള്ള കോഴീനെ എടുത്ത് കഴിഞ്ഞ് വെള്ളത്തിൽ മുക്കി ഞാൻ വെയിലത്ത് വിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഇനി കുറേ നേരം വെയിൽ കായാൻ നിന്നാൽ ഈ മുട്ട കേടായി പോകുമെന്ന് വിചാരിച്ചിട്ട് ആ നനഞ്ഞ കോഴീനെ പിടിച്ചും കഴിഞ്ഞ് മുട്ടേൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയിരുത്തി കൂടിൻ്റെ ഡോറ് അടച്ചു. അങ്ങനെ രാത്രിയായി വന്ന് മരുന്നും കൊണ്ട് വന്ന് കൂടിൻ്റെ ഡോറ് തുറന്ന് നോക്കുന്ന സമയത്ത് കൈ വെച്ചൂടാ, കോഴി ചത്ത് കിടക്കുന്നു. ഫുൾ കോഴിപ്പേൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടിൻ്റെ ഉൾവശം തൊടാനേ പറ്റില്ല. ലാസ്റ്റ് ആ കൊട്ടയൊക്കെ എങ്ങനെയോ എടുത്ത് കൊട്ടയടക്കം കൊണ്ടുപോയി മുകളിലെ പറമ്പ് കൊണ്ടുപോയിട്ട് മുട്ടയും കോഴി ഒന്നായിട്ട് കുഴിച്ചിട്ടതായിരുന്നു. അതാണ് എനിക്ക് അവസാനമായിട്ടും ആദ്യമായിട്ടും എൻ്റെ കോഴിക്കൂട്ടിൽ വന്നൊരു കോഴിപ്പേൻ എന്ന് പറയുന്നത്. അയ്യോ! പിന്നെ ഞാൻ എങ്ങനെ ആ ഒരു കൂട്ടിൽ നിന്ന് കോഴിപ്പേൻ പോക്കിയെന്ന് വെച്ചാൽ വെള്ളം തിളപ്പിച്ചിട്ട് ചൂടുവെള്ളം കൂട്ടിൽ ഒഴിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ ആ ഒരു കൂട് ക്ലീൻ ചെയ്തത്. അല്ലാതെ ഒരു രക്ഷയില്ലായിരുന്നു. അത്രയും കോഴിപ്പേൻ എന്ന് പറഞ്ഞാൽ ഒരു കോല് വെച്ചാൽ അതിൻ്റെ മുകളിൽ കയറി വരുന്ന അത്രയും രീതിയിൽ കോഴിപ്പേൻ. പക്ഷേ എവിടുന്നാണ് വന്നതെന്നറിയില്ല. അപ്പം അന്ന് ഞാൻ മനസ്സിലാക്കി നമ്മൾ പൊരുത്ത് കിടക്കുന്ന കോഴീനെ പിടിച്ചിട്ട് വെള്ളത്തിൽ മുക്കാൻ പാടില്ല. ഞാൻ ചെയ്തത് തെറ്റാണ്. പിന്നെ അയറ്റാലൊരു പരിപാടിക്ക് ഞാൻ നിന്നിട്ടില്ല കേട്ടോ. എൻ്റെ സങ്കടം കണ്ടിട്ടായിരിക്കണം അമ്മ വീണ്ടും 2 കോഴീനെയും കൂടി കൊണ്ടു തന്നേ. പിന്നെ ഞാൻ നന്നായിട്ട് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. പിന്നെ നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും യൂട്യൂബ് ഉണ്ടല്ലോ, അതിൽ എടുത്ത് നോക്കി കോഴികൾക്ക് കൊടുക്കേണ്ട മരുന്ന് കാര്യങ്ങൾ അതുപോലെയൊക്കെ ചെയ്യാൻ തുടങ്ങി. പിന്നെ അങ്ങനെ എനിക്ക് അസുഖങ്ങൾ വന്നു പോയിട്ട് ചത്തുപോവുക അല്ലെങ്കിൽ മറ്റ് ബുദ്ധിമുട്ടുകൾ വരിക അങ്ങനെയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കോഴികളെ വിരിയിച്ച് കൊടുക്കാനൊക്കെ തുടങ്ങി. നമുക്കിവിടെ ആളുകൾ വരും, ഒരു ദിവസം പ്രായമായ കുട്ടികൾക്കൊക്കെ വരാറുണ്ട്. അങ്ങനെ ഞാനൊരു ഇൻക്യുബേറ്ററൊക്കെ വാങ്ങി ഒരുപാട് മുട്ട ഉണ്ടെങ്കിൽ നമുക്ക് ഓർഡർ ഉണ്ടെങ്കിൽ അങ്ങനെ വിരിയിച്ച് കൊടുക്കും. അല്ലെങ്കിൽ നമ്മൾ വിരിയിച്ചിട്ട് കുറച്ച് സ്റ്റോക്കാക്കി വെക്കും. അങ്ങനെ പിന്നെ നമുക്കിപ്പം BV380 അതുപോലെ കൈരളി അതുപോലെ ബ്രോയിലർ കോഴി അങ്ങനെ കോഴികളൊക്കെ ആളുകൾ വളർത്തുന്നുണ്ട്. അതൊക്കെ ഡെയിലി മുട്ടയിടും കേട്ടോ. നാടൻ കോഴി എന്ന് പറയുന്നത് ഒരു 10-11 മുട്ടയിടുമ്പോഴത്തേക്ക് അവർ പൊരുത്താവും.
പിന്നെ ആ ഒരു പൊരുത്ത് കഴിയണം അവർ മുട്ടയിടണമെങ്കിൽ. പക്ഷേ BV380 എന്നൊക്കെ പറഞ്ഞാൽ അത് ഡെയിലി മുട്ടയിടും. പക്ഷെ നന്നായിട്ട് തീറ്റയും കൊടുക്കണം. നമുക്ക് അങ്ങനെ ഒരുപാട് തീറ്റ കൊടുത്തിട്ട് വളർത്തി കൊണ്ടുവരാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് അതിന് മാത്രം വരുമാനം വേണം. നമുക്കിപ്പോൾ ഒരു ഡെയിലി 10-100 മുട്ട കടകളിൽ കൊടുക്കാനുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് നന്നായിട്ട് തീറ്റ കൊടുത്തിട്ട് ഇവരെ വളർത്താം. പക്ഷേ ഇത് വല്ലപ്പോഴും ഒരു കോഴിയും മുട്ടയൊക്കെ കൊടുക്കുന്നതാണല്ലോ. ചില സമയങ്ങളിലൊന്നും ഒരു മാസമൊക്കെ ഒട്ടും കോഴിയും മുട്ടയും ചിലവാവാത്ത ദിവസങ്ങളുണ്ടാവാറുണ്ട് കേട്ടോ. ഇപ്പോൾ കോഴീനെ ആളുകൾ വളർത്താൻ തുടങ്ങിയതിന് ശേഷം കോഴിത്തീറ്റയ്ക്കൊക്കെ നന്നായിട്ട് വില കൂടുതലാണ്. 1 kg സ്റ്റാർട്ടറിന് തന്നെ 50 രൂപ വരുന്നുണ്ട്. അത് നമുക്ക് ഒരു 3 ദിവസമൊക്കെ കൊടുക്കാനേ ആ ഒരു തീറ്റ ഉണ്ടാവുള്ളൂ. ഞാൻ തുടക്കത്തിലൊക്കെ കുട്ടികൾ വിരിഞ്ഞാൽ അവർക്ക് ഒരാഴ്ചയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റാർട്ടർ കൊടുക്കും. പിന്നെ ഞാൻ അവരെ ചെറുതായിട്ടൊന്ന് പറ്റിക്കും കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ചാൽ സ്റ്റാർട്ടറിൻ്റെ കൂടെ ഞാൻ കുറച്ച് അരി, അതുപോലെ ഗോതമ്പ്, പിന്നെ എന്തെങ്കിലും ധാന്യങ്ങളുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ചെള്ളൊക്കെ കുത്തി കുറച്ച് പഴയതൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഞാൻ കഴുകി ഉണക്കി വെക്കും. എന്നിട്ട് അതും കൂടി മിക്സ് ചെയ്തിട്ട് പൊടിച്ചിട്ട് അവർക്ക് കൊടുക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. പിന്നെ ഒരു മാസമൊക്കെ കഴിഞ്ഞാൽ പതിയെ കുറച്ച് ചോറൊക്കെ എടുത്തിട്ട് അതിൽ കുറച്ച് തീറ്റയൊക്കെ കുഴച്ചിട്ട് കൊടുക്കും. പിന്നെ പുല്ല്, അതുപോലെ നമ്മുടെ വാഴപ്പിണ്ടി, വാഴക്കൂമ്പ് അതൊക്കെ അരിഞ്ഞ് ഇലകളൊക്കെ ചേർത്ത് മിക്സാക്കി അങ്ങനെ കൊടുക്കും. സ്റ്റാർട്ടറൊക്കെ കൊടുത്താൽ ഈ കുഞ്ഞു മക്കൾ നന്നായിട്ട് ഗ്രോത്ത് വെക്കും കേട്ടോ. 2 മാസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വേറെ ഒന്നും കൊടുക്കാതെ സ്റ്റാർട്ടർ മാത്രം കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നന്നായിട്ട് വെയിറ്റും വയ്ക്കും, അതുപോലെ പെട്ടെന്ന് വലുതാവുകയും ചെയ്യും. പക്ഷേ അതിൽ കാര്യമല്ല കേട്ടോ. നമ്മൾ നാടൻ കോഴി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ നാടൻ രീതിയിൽ വളർത്തുന്ന കോഴികളാണല്ലോ. അധികം ആൾക്കാരും നാടൻ കോഴിമുട്ട മക്കൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് വീട്ടിൽ വന്ന് വാങ്ങുക, കുട്ടികൾക്ക് കൊടുക്കാൻ. അപ്പം നമ്മളിത് തീറ്റ കൊടുത്തിട്ട് കോഴീനെ വളർത്തിയിട്ട് ആ ഒരു മുട്ടയാണല്ലോ അവർക്ക് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിയാൽ പോരെ. വെറുതെ മെനക്കെട്ട് നമ്മളെടുത്ത് വന്നിട്ട് ഇങ്ങനെ വാങ്ങിക്കൊണ്ട് പോകേണ്ട യാതൊരു ആവശ്യമില്ല. അതുകൊണ്ട് തീറ്റേനെ ഞാൻ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാറില്ല. കഴിയുന്നതും നമ്മുടെ നാടൻ ഫുഡ് കാര്യങ്ങൾ, വീട്ടിലെ വേസ്റ്റ്, അതുപോലെ പച്ചക്കറി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ തന്നെയാണ് ഇവർക്ക് കൊടുക്കാറ്. പിന്നെ ചില ഘട്ടങ്ങളുണ്ടാവും, നമുക്കിപ്പോൾ തുടക്കത്തിലൊക്കെ സ്റ്റാർട്ടർ കൊടുത്താൽ ഒരു 10 ദിവസമൊക്കെ കൊടുത്താൽ മക്കൾക്കൊരു ഉഷാർ വയ്ക്കും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ഗോതമ്പ്, അരി, അവർക്ക് എല്ലാം കൊടുത്ത് പഠിപ്പിക്കണം. ചില കോഴികൾ തീറ്റ കൊടുത്താൽ അത് മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ. നമ്മൾ വേറെ എന്ത് കൊടുത്താലും കഴിക്കില്ല. എൻ്റെ കോഴികൾ നേരെ തിരിച്ചാണ്, അവർക്ക് എന്ത് കൊടുത്താലും അവർ കഴിക്കും കേട്ടോ. അതുപോലെ മീനിൻ്റെ തല അടിപൊളിയാണ്. മീനിൻ്റെ തല നമ്മൾ പച്ചയ്ക്ക് കൊടുക്കാതിരിക്കുക. നിങ്ങൾക്കറിയാലോ, മീനൊക്കെ ഒരുപാട് കെമിക്കൽ ഇട്ടിട്ട് കൊണ്ടുവരുന്നതാണ്. ഞാനത് കഴുകിയിട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ച് ചോറിൽ കൂട്ടി കുഴച്ചിട്ടാണ് കേട്ടോ അവർക്ക് കൊടുക്കാറ് മീനിൻ്റെ തലയൊക്കെ. പക്ഷേ അത് നല്ലതാണ്, അന്ന് തന്നെ കൊടുക്കണം. പിറ്റേന്നത്തേക്ക് വെച്ചാൽ ഒരു ബാഡ് സ്മെല്ലായിരിക്കും. അതവർ നന്നായിട്ട് കഴിക്കും. നമുക്ക് കഴിയുന്നതും തീറ്റ മാത്രം കൊടുത്തിട്ട് നമുക്ക് കോഴീനെ വളർത്താൻ അത് നടക്കൂല. തീറ്റ എന്ന് പറഞ്ഞാൽ ഇവർ നന്നായിട്ട് കഴിക്കും. ഇതിപ്പോൾ നാടനായതുകൊണ്ട് വലിയ കഴിപ്പില്ല. പക്ഷേ BV380 എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും കഴിച്ചും കൊണ്ടാണ്. അതുകൊണ്ടാണ് കാടേനെയൊന്നും അധികം ആരും വളർത്താത്തത്. കാട എന്നൊക്കെ പറഞ്ഞാൽ നന്നായിട്ട് തീറ്റ കഴിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ കാടയ്ക്കൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും കൊടുക്കാൻ കഴിയില്ല, അത് തീറ്റ മാത്രമേ കഴിക്കുള്ളൂ. തീറ്റ കുറഞ്ഞ് വെള്ളം കുറഞ്ഞാൽ അത് ചത്തും പോവും, അല്ലെങ്കിൽ മുട്ടോൽപാദനം കുറയുകയും ചെയ്യും. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കാടയ്ക്കുണ്ട്. എനിക്ക് കാടേനെ വളർത്താൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഈ ഒരു പ്രശ്നം കൊണ്ട് ഞാൻ പിന്നെ വേണ്ടാന്ന് വെച്ചു. പിന്നെ എനിക്ക് കുറച്ച് താറാവ് ഉണ്ടായിരുന്നു കേട്ടോ. താറാവും കോഴിയും രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് താറാവിനെ നമ്മൾ കൊടുത്തു കളഞ്ഞു. പക്ഷേ ഞാൻ താറാവിൻ്റെ മുട്ടയും ഒരുപാട് വിറ്റിട്ടുണ്ട് കേട്ടോ. കുറേ ആൾക്കാർ താറാവ് മുട്ട ചോദിച്ച് വരാറുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫാൻസി കോഴികളുണ്ടായിരുന്നു. ഫാൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടനിൽ തന്നെ ഈ പുള്ളികളുള്ളതും, അതുപോലെ മറ്റേ മുള്ളൻ കോഴികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും അങ്ങനെ ഒരുപാട് ഡിമാൻഡും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതൊക്കെ ചില ആളുകൾ വളർത്താൻ ഒരാഗ്രഹത്തിന് പുറത്ത് അങ്ങനെ വാങ്ങി കൊണ്ടുപോകുന്നതാണ്. നമുക്ക് നോർമലായിട്ടുള്ള കോഴിയാണ് എപ്പോഴും നല്ലത്. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിയാനായിട്ടുണ്ട്. ഈ ഒരു നെറ്റിൻ്റെ കൂട്ടുന്ന നേരെ അവരെ ഇപ്പോൾ ആ ഒരു കോൺക്രീറ്റ് ചെയ്ത ഒരു കൂടുണ്ടല്ലോ അതിലേക്കാണ് രാവിലെ തുറന്ന് വിടുക. എന്നിട്ട് വെള്ളവും ഫുഡും അതുപോലെ പുല്ല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കും. ആദ്യം അത് മണ്ണായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളത് കോൺക്രീറ്റ് ചെയ്തു. എന്നിട്ട് നന്നായിട്ട് ചിപ്പിൽപ്പൊടി ഇട്ട് കൊടുക്കും. അപ്പോൾ പിന്നെ അതിന് കാലിനൊന്നും പ്രശ്നം വരില്ല. അതുപോലെ കൂട്ടിൻ്റെ ഉള്ളിൽ 2-3 കമ്പൊക്കെ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കോഴികൾക്ക് കയറി നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ക്ലീൻ ചെയ്യുന്ന സമയങ്ങളിൽ ചിപ്പിൽപ്പൊടിയൊക്കെ ഒരു ചാക്കിൽ വാരി വെച്ചിട്ട് നന്നായിട്ട് വെള്ളമൊഴിച്ച് അടിച്ച് കഴുകുക കേട്ടോ ചെയ്യുക.
വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങൾക്കും നമ്മൾ വാക്സിനേഷൻ കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് പോലെ തന്നെ ഇവർക്കും വാക്സിനേഷൻ കൊടുക്കണം കേട്ടോ. അത് അവർക്ക് രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അഥവാ എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ അത് സീരിയസ് ആയിട്ട് അവർ അങ്ങനെ പെട്ടെന്ന് ചത്തൊന്നും പോവില്ല കേട്ടോ. അപ്പം ഞാൻ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 7ാമത്തെ ദിവസം ലെസോട്ട കൊടുക്കും. അതുപോലെ 14ാമത്തെ ദിവസം IBD, വീണ്ടും 21ാമത്തെ ദിവസം ലെസോട്ട, പിന്നെ 28-ന് IBD കൊടുക്കും. അത് കഴിഞ്ഞ് 45ാമത്തെ ദിവസം 45 ദിവസമായിട്ട് അവർക്ക് അഥവാ വെയിറ്റൊക്കെ കുറച്ച് കുറവുണ്ടെങ്കിൽ ഒരു 50 ദിവസം വരെ വെയിറ്റ് ചെയ്യും. എന്നിട്ട് അവർക്ക് വിര ഇളക്കാനുള്ള മരുന്ന് കൊടുക്കും. അതിനുശേഷം അവർക്ക് R2B ഇഞ്ചക്ഷൻ വയ്ക്കും കേട്ടോ. ചിറകിൻ്റെ അടിയിൽ അതും ഞാൻ തന്നെയാണ് ചെയ്യാറ്. നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഓരോ കസ്റ്റമേഴ്സിനും ഇവിടുന്ന് കോഴീനെ കൊടുക്കാറ്. ഇതുവരെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പിന്നെ അവരുടെ പാത്രങ്ങൾ, അതും നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. തീറ്റ കൊടുക്കുന്ന പാത്രങ്ങളൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യുക. കഴിയുന്നതും ആഴ്ചയിൽ കൂടും ക്ലീൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു തീറ്റപ്പാത്രം ക്ലീൻ ചെയ്യുക കേട്ടോ. ഇനി 2 ദിവസം കൂടുമ്പം നമ്മളൊരു ഫുഡ് കൊടുത്തിട്ട് പിറ്റേന്ന് കൊടുക്കുമ്പം ജസ്റ്റ് അതൊന്ന് കഴുകിയിട്ട് അതിൽ കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. കാരണം പൂപ്പല ഇൻഫെക്ഷനൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വെയിലത്തൊക്കെ ഇട്ട് നന്നായിട്ട് ഉണക്കുക കേട്ടോ. കുറച്ച് ദിവസം മുന്നേ നമുക്കിവിടെ വിരിഞ്ഞ മക്കളാണ് കേട്ടോ ഇത്. അമ്മക്കോയ്ക്ക് വിരിഞ്ഞ മക്കളാണ്. 10 മക്കളുണ്ട്. അപ്പോൾ ഇവർക്ക് ഞാൻ ബോട്ടിലാണ് വെള്ളം കൊടുക്കാറ്. ഇവർക്കിപ്പോൾ ഒരു 10 ദിവസം ഞാൻ തുടർച്ചയായിട്ട് സ്റ്റാർട്ടർ തന്നെയാണ് കൊടുത്തത്. അതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ അവരെ ചെറുതായിട്ടൊന്ന് പറ്റിക്കും. പിന്നെ അമ്മക്കോഴി ഇവരെ നോക്കില്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കുമ്പോൾ അമ്മക്കോഴി എവിടെ പോയി എന്നുള്ളത്. അമ്മക്കോഴി ഇവരെ നോക്കുന്നില്ല, എന്താണെന്ന് അറിയില്ല. നന്നായിട്ട് മക്കളെ നോക്കുന്നൊരു കോഴിയായിരുന്നു. പക്ഷേ അവൾ കറങ്ങാൻ പോയതാണ്. അവൾക്ക് ഫുൾ ടൈം കറക്കാണ് കേട്ടോ. ഒട്ടും നോക്കുന്നില്ല. കറങ്ങിയിട്ട് അവൾ കൂടിൻ്റെ മുകളിൽ വന്നൊരു 10 മിനിറ്റ് അവിടെ ഇരിക്കും. എന്നിട്ട് കോഴിമക്കളെ സൗണ്ടൊക്കെ കേട്ടാൽ അവൾ വീണ്ടും തിരിച്ച് കറങ്ങാൻ പോകും. ഞാൻ ഒരുപാട് പ്രാവശ്യം കൂട്ടിൽ പിടിച്ചിട്ടെങ്കിലും അവൾ ഈ കൂട്ടിൽ നിൽക്കുന്നില്ല കേട്ടോ. പക്ഷേ കുട്ടികളെ കൊത്തിപ്പറിക്കുക അല്ലെങ്കിൽ അതൊന്നും ചെയ്യുന്നില്ല. പക്ഷെ അവരെ ചിറകിനുള്ളിലാക്കിയിട്ട് ഒരു ചൂട് കൊടുക്കാൻ അവൾ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം ഇവർക്കൊരു ബൾബ് ഇട്ട് കൊടുത്തതാണ്. ഈ ഒരു ചൂടിലാണ് ഇപ്പോൾ ഇവർ നിൽക്കുന്നത് കേട്ടോ. പിന്നെ ഇപ്പം വേനലാണല്ലോ, അത്യാവശ്യം നല്ല ചൂടുള്ളത് കൊണ്ട് പകൽ ഞാൻ ലൈറ്റ് ഓഫാക്കും. രാത്രി മാത്രമാണ്. രാത്രി ഒരു 10 മണിയാകുമ്പോഴാണ് അവർക്ക് ലൈറ്റ് ഇട്ട് കൊടുക്കുക. ഇതാണ് നമ്മുടെ കൂടിൻ്റെ ഫൈനൽ ലുക്ക്. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രാവിലെ ആയപ്പോഴത്തേക്ക് കൂട് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു സിമൻറ്റ് തറയിൽ ചിപ്പിൽപ്പൊടി ഇടണം. കുമ്മായം തീർന്നിട്ടുണ്ട്, അതും വാങ്ങിക്കൊണ്ട് വരണം. ഈ ഒരു കൂട്ടിൽ പകൽ മാത്രമേ നമ്മൾ കോഴീനെ ഇടാറുള്ളൂ. രാത്രിയാകുമ്പോൾ തിരിച്ചവരെ ആ ഒരു കൂട്ടിലേക്ക് തന്നെ ആക്കും. അത് മറ്റൊന്നും കൊണ്ടല്ല, കൂടിൻ്റെ മുകൾ വശം മുഴുവനും നല്ല ഗ്യാപ്പുണ്ട്. അപ്പോൾ രാത്രി അതിൻ്റെ മുകളിൽ കൂടെ ഓരോ ജീവികൾ വരുന്നുണ്ട്. അപ്പോൾ കൂട്ടിലാകുമ്പോൾ ആ ഒരു പ്രശ്നം വരുന്നില്ല. അതുകൊണ്ടാണ്. പിന്നെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തുമാത്രം പണിയുണ്ട് ഒരു കോഴീനെ വളർത്താനെന്നുള്ളത്. നമ്മൾ വിചാരിക്കും പോലെ അത്ര എളുപ്പമൊന്നുമല്ല കേട്ടോ ഇവരെ വളർത്തിയെടുക്കുക എന്ന് പറയുന്നത്. നമുക്ക് എങ്ങോട്ടും പോകാൻ കഴിയില്ല. ഓക്കെ, രാവിലെ പോയിട്ട് വൈകിട്ട് വരാം. പക്ഷേ ഒരു 3-4 ദിവസത്തേക്കൊക്കെ പോകണം എന്നാണെങ്കിൽ നമ്മളെ വീട്ടിലുള്ള ആളുകളുടെ ഒരു സപ്പോർട്ടും കൂടി വേണം. ഇവിടെ പിന്നെ ഫുൾ സപ്പോർട്ടാണ്. കാരണം ആ ഒരു സപ്പോർട്ട് ഉണ്ടായത് കൊണ്ടാണല്ലോ എനിക്ക് ഇത്രയും നല്ലൊരു കൂടും സൗകര്യങ്ങളൊക്കെ ഒരുക്കി തന്നത്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഞാനൊരു കമ്പി കഷ്ണത്തുമ്മലൊരു കൊതുക് വല വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഒരു കൂട് റെഡിയാക്കിയത്. അവിടുന്ന് വിനേട്ടനാണ് ഇതുപോലെ കല്ലൊക്കെ ഇറക്കി പണിക്കാരനെയൊക്കെ വിളിച്ച് എനിക്ക് 2 ദിവസം കൊണ്ടാണ് ഈ ഒരു കൂട് എനിക്ക് സെറ്റാക്കി തന്നത്. അത് പറയാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് വീട്ടുകാരുടെ ഒരു സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും നമുക്ക് ഈ ഒരു എന്താ പറയുക ഈ ഒരു കോഴി വളർത്തൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. പിന്നെ കൂട് നന്നായിട്ട് വൃത്തിയിൽ കൊണ്ട് നടന്നാൽ അയൽവാസികൾക്കും പ്രശ്നമില്ല. ഇൻ കേസ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ പുറത്ത് പോകണമെങ്കിൽ നമുക്ക് ധൈര്യത്തോടു കൂടി അവരോട് പറയാം, നിങ്ങളൊന്ന് ഫുഡ് കൊടുക്കണേ എന്നുള്ളത്. അവർ വരുന്ന സമയത്ത് സ്മെല്ലോ കാര്യങ്ങളോ അഴുക്കോ ഒന്നും ഇല്ലെങ്കിൽ അവർ ഫുഡ് കൊടുക്കും. പക്ഷേ വൃത്തികേടായി കിടക്കുന്ന ഒരു കോഴിക്കൂടിൻ്റെ അടുത്തേക്ക് ആരാ വരിക അല്ലേ? പിന്നെ കുറച്ച് ആളുകൾ ചെയ്യുന്നതാണ്. ഞാൻ എൻ്റെ ഈ ഒരു സ്ഥലത്ത് തന്നെയുള്ളൊരു കേസാണ്. അയൽവാസീൻ്റെ കോഴീനെ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് കല്ലെറിഞ്ഞ് കൊല്ലുക, അതുപോലെ വിഷം വെച്ച് കൊല്ലുക. നിങ്ങളങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ആ വീട്ടുകാരോട് പറയുക. അയിറ്റാ പാപങ്ങളൊന്നും നിങ്ങൾ ആരും ചെയ്യരുത്. കോഴീനെയൊക്കെ കല്ലെറിഞ്ഞ് കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അവസ്ഥ അല്ലേ? അവരുടെ ആ ഒരു മനസ്സ് എന്തെന്നായിരിക്കും. അതുപോലെ വിഷം വെച്ച് കൊല്ലുക, അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല കേട്ടോ. അവരോട് പറയുക. പിന്നെ
നമ്മൾ ഈ ഒരു ബോട്ടിൽ കണ്ടോ, ആ ഒരു അടപ്പ് 10-20 രൂപ കൊടുത്താൽ നമുക്ക് അങ്ങനത്തെ ഒരു അടപ്പ് വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പം അതാവുമ്പം ഈ കോഴികൾ നന്നായിട്ട് വെള്ളം കുടിക്കുകയും ചെയ്യും. പിന്നെ വെള്ളത്തിൽ അങ്ങനെ അഴുക്കോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ പറയാം കേട്ടോ. കോഴീനൊക്കെ വീട്ടിൽ ആരെങ്കിലും വളർത്തുന്നുണ്ട്, നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ എന്ത് തന്നെയായാലും ഒന്ന് കമൻറ്റിൽ പറയണേ. പിന്നെ കണ്ടില്ലേ നമ്മുടെ കുഞ്ഞുമക്കൾ സുഖമായിട്ട് ഇരിക്കുന്നുണ്ട്. ഒരു വിഷമം എന്ന് പറഞ്ഞാൽ അമ്മക്കോയി ഇവരെ നോക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാലും എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ബൾബൊക്കെ ഇട്ട് കൊടുത്ത് കൂട്ടിലിട്ട് അങ്ങനെ റെഡി ആക്കിയിട്ടുണ്ട്. ഇവർക്കറിയാം അമ്മക്കോഴിക്കാണ് ഉണ്ടായതെന്നുള്ളത്. അതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കിയോ എന്നൊക്കെ ചെല്ലും കേട്ടോ. ഇടയ്ക്ക് അവൾ കൂടിൻ്റെ മുകളിൽ വന്ന് അവരെ സമാധാനിച്ചിട്ട് അവൾ കറങ്ങാൻ പോകും. എന്താണെന്നറിയില്ല, ഫുൾ ടൈം അവൾക്കിപ്പോൾ കറക്കാണ്. പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് വീട്ടുകൂടലാണ്, കണ്ടില്ലേ പന്തലൊക്കെ ഇട്ടിട്ടുണ്ട്. മുകളിലെ വീട്ടിലാണ് കേട്ടോ വീട്ടുകൂടൽ. പക്ഷെ നേരെ താഴത്തെ വീട്ടിലാണ് ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ കോഴിക്കോടും വരുന്നത്. അതുകൊണ്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ കോഴിക്കൂട് ഇവിടെ വെച്ചതിൽ ഏറ്റവും വലിയ ഗുണം ആർക്കാണ് കിട്ടിയെന്നറിയോ? നേരെ മുകളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ ഈ ഒരു തെങ്ങ്, ഈ ഒരു കൂടിൻ്റെ പുറകു വശത്താണ് കേട്ടോ ഈ ഒരു തെങ്ങുള്ളത്. ഈ ഒരു കൂട് കഴുകുന്ന വെള്ളം മുഴുവനും ഈ ഒരു തെങ്ങിൻ്റെ ചുവട്ടിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഈ ഒരു തെങ്ങുമ്മൽ കണ്ടില്ലേ നന്നായിട്ട് തേങ്ങയുണ്ട്. പക്ഷേ അതിൻ്റെ അഹങ്കാരം അവനുണ്ട് കേട്ടോ. നന്നായിട്ട് തേങ്ങയും ഓലയിട്ടിട്ട് എൻ്റെ കൂട്ടിൻ്റെ മുകളിലുള്ള എല്ലാ ഷീറ്റും കീറി തന്നിട്ടുണ്ട് കേട്ടോ. കമ്പിയൊക്കെ ഇട്ട് വലിച്ച് കെട്ടിയിട്ടുണ്ട്, എന്നാലും തേങ്ങയും ഷീറ്റും വീഴും. അതുകൊണ്ട് നമുക്ക് കൂടിൻ്റെ മുകളിൽ ഓടൊന്നും ഇടാൻ കഴിയില്ല.